ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധയാണ്. ഇത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധൻ നിൽക്കുന്നതായിട്ടാണ്. ഇത് എങ്ങോട്ട് നോക്കി വെക്കണം എന്നുള്ളതാണ് പലരുടെയും ഒരു ചോദ്യം. പല ബുദ്ധൻ്റെ ഒരുപാട് രൂപങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു ബുദ്ധയാണ്. ഞാൻ ഭൂരിഭാഗം വീടുകളിലും, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 99% വീടുകളിലും ഈ ട്രാവലിംഗ് ബുദ്ധയാണ് വെച്ചിരിക്കുന്നത്. മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കാവുന്ന. ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ആണ്. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തി വിടാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റാച്ചു ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തന്നെ ഇതിൻ്റെ പല സൈസിലുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫെങ്ഷുയുടെ ഒരു പ്രത്യേകതയാണ് തൊട്ട് ചെറുത് അടുത്തത്. ഇത് നേരത്തെ കാണിച്ച ടൂൾസിൻ്റെ വില ഇതിനില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിലും വാങ്ങിച്ചു വയ്ക്കാം. ഇനി ഇതും വാങ്ങിക്കാൻ നമുക്ക് സാമ്പത്തികമില്ല. ഇത് ക്വാൻ കുങ് എന്ന് പറഞ്ഞ സ്റ്റാച്ചു ആണ്. ഞാൻ ഇപ്പോൾ കാണിച്ച 3 ക്വാൻ കുങ് തന്നെയാണ്. പക്ഷേ ഇത് ഇതിൻ്റെ ഏറ്റവും ചെറുതാണ്. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് നമുക്കൊരു ടൂള് കാണിക്കാം. വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോഡാണ് വെൽത്ത് ഷംബാല. നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിട്ടാനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നു. ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാറേ പൈസ നിൽക്കുന്നില്ല, പൈസ ചിലവായി പോകുന്നുണ്ട്, അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഒരു ജോഡി പിയാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയറാണ്. ഇത് നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് നോക്കി വെക്കുന്നത് നിങ്ങളുടെ പൈസയുടെ അധിക ചെലവ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്.